ഹായ് ഓൾ അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു ഷിബി ടി കെ വ്ളോഗ്സ്. അപ്പോൾ ഇന്നത് രാവിലെ തന്നെ എണീറ്റ് മുറ്റടിച്ച് വരാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ അതേ മുറ്റത്തേക്ക് ഇറങ്ങി നോക്കിയപ്പോൾ തന്നെ മുറ്റത്ത് നല്ലോണം കച്ചറുണ്ട് കേട്ടോ. പിന്നെ ഒന്നും നോക്കില്ല കേട്ടോ, പെട്ടെന്ന് തന്നെ അതൊക്കെ ഒന്ന് അടിച്ചു വരാമെന്ന് വിചാരിച്ചു. പിന്നെ അത് അടിച്ചുവാരലൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ അന്നത്തെ വീഡിയോക്ക് ഒരു പ്രത്യേകത കൂടി ഉണ്ട് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഷിബിലിമോനും അവൻ്റെ ഫ്രണ്ട്സാളും കൂടിയിട്ട് കുട്ടിപ്പട്ടാളങ്ങളുടെ ഒരു നോമ്പ് തുറയും കൂടിയാണ് കേട്ടോ ഇന്ന്. അപ്പോൾ ഇത് നടത്തുന്നത് നമ്മൾ ഷാമോൻ്റെ വീട്ടിൽ വെച്ചിട്ടാട്ടോ. അങ്ങനെ അതെ നമ്മൾ ഷാമോനാണ് കേട്ടോ ബത്തക്കൊക്കെ മുറിക്കുന്നത്. ഇത് ഇവർക്ക് നല്ല പ്രാക്ടീസാണ് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇക്കൊക്കെ പള്ളികൾക്ക് ബത്തൊക്കെ കട്ട് ചെയ്യാൻ പോകാറില്ല. അപ്പോൾ ഇവരും കേട്ടോ ഹെൽപ്പിന് വേണ്ടിയിട്ട് പള്ളിയിലുണ്ടാവാറ്. അപ്പോൾ ഇവർക്ക് ഇതൊക്കെ നല്ല പ്രാക്ടീസാണ് കേട്ടോ. ഇത് ഇവർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ എല്ലാവരും കൂടി കുറേശ്ശെ കാശ് പിരിച്ചിട്ടാണ് ചെയ്യുന്നത്. അങ്ങനെ അതെ എല്ലാവരും ഓരോരോ പണികളായിട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇവർക്ക് ഇടയ്ക്കുള്ളതാട്ടോ കളിക്കുന്ന സ്ഥലത്ത് വെച്ചിട്ട് ബിരിയാണി വെക്കുക അങ്ങനെയുള്ളൊക്കെ ഓരോന്ന്. അപ്പം ഇങ്ങനെയുള്ള ഓരോന്ന് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അപ്പം ഇവർക്ക് ഞാനും കൂടെ വേണം. അങ്ങനെ എനിക്ക് കിട്ടിയ പണിയാണ് കേട്ടത്. പിന്നെ നമ്മൾ ഷാമോൻ്റെ ഉമ്മയും കൂടെ ഉണ്ട് കേട്ടോ. അവരാണെന്നുണ്ടെങ്കിൽ ബിരിയാണി വെക്കുന്ന ഏർപ്പാടിലുമാണ്. ഇവർക്ക് ഇവരുടെ കൂടെ ഞാൻ എന്തിനാറ് ഞാൻ വീഡിയോ എടുക്കാനും ഇവർക്ക് പാട്ടുണ്ടാക്കി കൊടുക്കാനൊക്കെ വേണ്ടിയിട്ടെ എന്നെ ഇവർ എന്തിനൊക്കെ വിളിക്കുന്നത്. എന്നാൽ പിന്നെ കുട്ടികളല്ലേ, കുട്ടികളുടെ ഇഷ്ടത്തിന് തന്നെ ആയിക്കോട്ടെ എന്ന് വെച്ചിട്ട് ഞാൻ പിന്നെ അവർക്ക് സ്റ്റാറ്റസ് ഇടാനുള്ള പാട്ടിന് വേണ്ടിയിട്ടാന്ന് പറയട്ടെ. ഏതായാലും ഇപ്പോഴത്തെ ട്രെൻഡിങ് അല്ലേ നോമ്പ് തുറക്കലും പാട്ടൊക്കെ. അങ്ങനെ എൻ്റെ പൊന്നെ ഞാനിത് കണ്ടപ്പോഴാട്ടോ അറിഞ്ഞത്. ഒരു നന്നാരുടെ സർബത്തും കുപ്പിയിൽ ഇതാ നിറയെ അത് കസ്കസ് നിറച്ച് വെച്ചതാണ് കേട്ടോ ഇവർ. ഞാൻ മതി എന്ന് പറയണ്ട, അവർ വീണ്ടും ഇടണം കേട്ടോ. അവർക്കാണെന്നുണ്ടെങ്കിൽ ഇട്ടിട്ടും പോതി തീരും. അങ്ങനെ നമ്മുടെ കുട്ടിപ്പട്ടകൾ മുഹബത്ത് സർബത്ത് റെഡി ആയിട്ടോ. പിന്നെ അത് മാത്രം പോരല്ല, ഫ്രൂട്ടുകൾ ബാക്കിയൊക്കെ കട്ട് ചെയ്യാനുണ്ടല്ലോ. എനിക്ക് കിട്ടിയത് പിന്നെ ബത്തക്കയാണ് കേട്ടോ. ഫ്രൂട്ട് പിന്നെ ബത്തക്ക ഉണ്ടായിരുന്നു, പിന്നെ മുന്തിരി ഉണ്ടായിരുന്നു, കക്കേരിക്ക, പിന്നെ ആപ്പിൾ ഉണ്ടായിരുന്നു, കൂടെ 2 മൂസമ്പി ഉണ്ടായിരുന്നു കേട്ടോ. എന്നാലും ഇവർ എല്ലാം കൊണ്ട് ഒപ്പിച്ചിട്ടോ ഓരോന്നായിട്ട്. നമ്മളെ നാസിത നാരക വെള്ളം കലക്കിയിട്ട് താഴേന്ന് കൊണ്ടുവരികയാണ് കേട്ടോ. അത് വാർപ്പിൻ്റെ മുകളിലെ ചെല്ല് നടത്തുന്നത്. അപ്പോൾ പിന്നെ വെള്ളം കളിയൊക്കെ പിന്നെ താഴെ തന്നെ ആയിക്കോട്ടെ എന്ന് വെച്ചു. പിന്നെ കുറച്ച് പൊക്കവട കടയിൽ നിന്ന് കൊണ്ടുവന്നിരുന്നു കേട്ടോ. പിന്നെ തേഴരാവിന് നെയ്യപ്പം കുയ്യപ്പം കലത്തപ്പം അതൊക്കെ സ്പെഷ്യലായിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനത്തെ എൻ്റെ പൊന്നെ 6 മണി ആയപ്പോഴേക്കും നമ്മൾ കുട്ടിപ്പട്ടാളം നോമ്പ് തുറക്കാനുള്ള സാധനങ്ങളൊക്കെ റെഡി ആയിട്ട് അതെ ഓരോരുത്തരായി കൊണ്ടുവന്ന് വെക്കണേ. എന്തായാലും എന്ത് രസമാണല്ലേ കാണാൻ. നമ്മളുടെ കുട്ടിക്കാലത്ത് ഏതായാലും ഇങ്ങനെയുള്ളതൊന്നും നമുക്ക് കിട്ടിയിട്ടില്ല. ഏതായാലും അവർ സ്വാതന്ത്ര്യമായി ജീവിക്കട്ടെ. ഇന്ന് പിന്നെ നമ്മുടെ ഫിനിമോൾക്ക് നോമ്പില്ല കേട്ടോ. അവൾ 6 നോറ്റ് അവിടെ സ്റ്റോപ്പ് ചെയ്തൊക്കെയാണ്. ഇതൊക്കെ അവരുടെ ഓർമ്മയിൽ എന്നും ഉണ്ടായിരിക്കും കേട്ടോ. ഇവരുടെ ഈ ഗ്രൂപ്പിൽ ഒരു 5-6 പേര് ബാക്കിയുള്ളവർക്കൊക്കെ ഏകദേശം കുക്കിംഗ് ഒക്കെ അറിയട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ അവർ പള്ളിയിൽ ബദറുണ്ടാകുമ്പോഴൊക്കെ അവർ കൂടെ നിൽക്കുന്നത് കേട്ടോ. അപ്പം പിന്നെ അവരിതങ്ങനെ കണ്ടിട്ട് പിന്നെ അവർക്ക് ശീലമായതാണ്. അങ്ങനത്തെ അൽഹംദുലില്ലാ ബാങ്ക് കൊടുത്തു എല്ലാവരും റാഹത്തായിട്ട് നോമ്പ് തുറക്കാണ് കേട്ടോ. ഇതിൽ ഉമ്മമാരായിട്ട് ഞാനും നമ്മുടെ ഷാമോൻ്റെ ഉമ്മയും മാത്രമേ ഉള്ളൂ. ഇവർ പിന്നെ എല്ലാവരും കൂടി ഒത്തുചേർന്നിട്ടുണ്ട്. എന്തായാലും ഒരു ഉടായ്പൊക്കെ ഒപ്പിക്കല്ലോ, അത് പിന്നെ ഉറപ്പാണല്ലോ. അങ്ങനെ ആർച്ചിക്കാരമ്മ ബത്തൊക്കെ വേണ്ടവർക്ക് ബത്തൊക്കെ എത്തിച്ചു കൊടുക്കാണ്ട് ഈ കാണുന്നത്. അങ്ങനെ അതെ നോമ്പർക്കെല്ലാം കഴിഞ്ഞ് ആദ്യം കുറച്ച് ആൾക്കാർ ഷാമോന് പള്ളിക്ക് പറഞ്ഞയച്ചിട്ടാ. കുറച്ച് ആൾക്കാർ ഇവിടെ നിന്ന് ഇവിടെ ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ട്. ക്ലീനാക്കൽ പിന്നെ നമ്മൾ ഷിബിലിമോനെ ഏറ്റെടുത്തിട്ടാ. കാരണം അവനക്ക് ശീലമുള്ളതാണ് എന്നെ സഹായിച്ചിട്ട് ഈ വക പണികളൊക്കെ. പിന്നെ അതെ എല്ലാവരും പള്ളിയിൽ പോയി വന്നതിന് ശേഷം 8:15 അടുത്ത കലാപരിപാടി തുടങ്ങുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ബിരിയാണി വെച്ചിരുന്നില്ലേ, അത് വിളമ്പാൻ വേണ്ടി കൊണ്ടുവരികയാണ്. അത് വിചാരിച്ചിട്ടോ തറാവി കഴിഞ്ഞിട്ട് 9:00 തിന്നത്. അപ്പം പിന്നെ എല്ലാവരും പറഞ്ഞു 9:30 ആകുമ്പോഴേക്ക് വീട്ടിൽ നിന്ന് പിന്നെ വിടൂല എന്ന് പറഞ്ഞിട്ടോ. വീട്ടിൽ നിന്ന് വിളി വരും, പിന്നെ ഭക്ഷണം കഴിക്കാൻ പറ്റൂല എന്ന് പറഞ്ഞിട്ടാ. അപ്പം പിന്നെ ഒന്നും നോക്കി കേട്ടോ. നമ്മളെ ഷാമോന് ഇതാ ഒരു 8:15 ആയപ്പോഴേക്കും ഇതാ ഷാമോന് നമ്മളെ ബിരിയാണി ചെമ്പ് പൊട്ടിച്ചു. കുക്കിങ്ങിൻ്റെ കാര്യത്തിൽ ഒന്നാമനാട്ടോ നമ്മളെ ഷാമോന്. അങ്ങനെ ഇതാ ഓരോ മസാലയൊക്കെ നല്ലോണം മിക്സ് ചെയ്യണം കേട്ടോ. അതിന് ശേഷം ഇതാ ഓരോരുത്തർക്കായിട്ട് ഇതാ കൊടുക്കണം കേട്ടോ. എല്ലാവർക്കും കുറേശ്ശെ ഇട്ട വളമ്പത്. കാരണം എന്താണെന്ന് വെച്ചാൽ നോമ്പ് തുറന്നിട്ട് അധികം ടൈം ആയിട്ടില്ലല്ലോ. അപ്പോൾ പിന്നെ കുറേശ്ശെ ഇട്ട വളമ്പത്. അങ്ങനെ അതെ നമ്മുടെ കുട്ടിപ്പട്ടാണം കൂടെ നോമ്പ് തുറണ്ട് ഉഷാറായിട്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ, കൂടെ നിങ്ങളുടെ കമൻറ്റുകളൊക്കെ ഒന്ന് അറിയിക്കണേ, പിന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഇതൊക്കെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണാൻ അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.